സിഹിർ ഫലിക്കും എന്നതിന് അവർ തെളിവായി ഉദ്ധരിക്കുന്നിടത്ത് പറഞ്ഞിരുന്നത് ഷിർക്ക് നിരോധിച്ചതുപോലെ തന്നെ സിഹിറിനെ എന്ത് ചെയ്തു? സബുൽ മൂബിക്കാത്തിൽ ഉൾപ്പെടുത്തി നിരോധിച്ചല്ലോ. അപ്പം സബുൽ മൂബിക്കാത്തിൽ വൻപാപങ്ങളിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അതിന് ഫലം ഉണ്ടാവണല്ലോ. ഫലം ഉണ്ടെങ്കിലല്ലേ വൻപാപങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ തിരിച്ചു ചോദിച്ചിരുന്നു അവരോട്. എന്താ ചോദ്യം എന്നറിയാം? എങ്കിൽ ഷിർക്ക് ചെയ്താൽ വല്ല ഫലം കിട്ടുക? അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ വല്ല ഫലം കിട്ടുക? കിട്ടൂലല്ലോ. ഇൻതദുഉഹും ലാ യസ്മഉ ദുആക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. സൂറത്തു ഫാത്തിറിലെ 13 മുതലുള്ള ആയത്ത്, സൂറത്തു അഹ്കാഫിലെ 5-6 ആയത്ത്, പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ വിശദീകരിച്ചു. നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല, കേട്ടാൽ തന്നെ ഉത്തരം നൽകൂല. അന്ത്യദിനത്തിൽ നിങ്ങൾ ചെയ്ത ഷിർക്കിനെ അവർ നിഷേധിക്കുന്നു. അപ്പൊ ഫലമില്ലല്ലോ ഷിർക്കിന്. എന്നിട്ട് എന്തേ ഷിർക്കിനെ ഒന്നാം പട്ടികയിൽ ഉൾപ്പെടുത്തി? ഒന്നാണല്ലോ സബുൽ മൂബിക്കാത്തില്. അപ്പൊ ഫലം ഉണ്ടായതുകൊണ്ടല്ല സബുൽ മൂബിക്കാത്തിൽ ഉൾപ്പെടുത്തിയത് എന്ന് നമ്മൾ വിശദീകരിച്ചിരുന്നു. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഇദ്ദേഹം പ്രസംഗിക്കുന്നത് കേട്ടോളൂ. അതിൽ ഇവരുടെ പണ്ഡിതനായിട്ടുള്ള മൂസ വാണിമേലിനെ കുറിച്ചും ഇദ്ദേഹം പരാമർശം നടത്തുന്നുണ്ട്. അപ്പൊ ഇവരെ വാദം എന്താണ്? സിഹിർ നിരോധിച്ചത് അത് യാതൊരു ഫലമില്ലാത്തത് കൊണ്ടല്ലല്ലോ, ചില ഫലങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ. നമ്മൾ ചോദിച്ചപ്പോ അതിന് മറുപടി എന്നാ ഷിർക്ക് നിരോധിച്ചതോ? ഷിർക്ക് നിരോധിച്ചിട്ട് ഷിർക്കിന് ഫലമില്ലാന്ന് സ്ഥാപിക്കുകയാണ്. ആരോ ഒരാൾ അങ്ങനെ വിവരക്കേട് എഴുതിയിട്ടുണ്ടാകാം. അത് വെച്ചിട്ടാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? നമ്മളെ നേരെ അത് ആരോപിക്കുന്നത്. ശ്രദ്ധിച്ചില്ലേ? ആരോ ഒരാളെങ്ങനെ വിവരക്കേട് എഴുതിയിട്ടുണ്ടാവാം. അത് വെച്ചിട്ടാണ് ഇവരിപ്പോ നമ്മളുടെ നേരെ ഈ വാദം ഉന്നയിക്കുന്നത്. ആരാണ് ആ വിവരക്കേട് എഴുതിയത്? 982 നവംബർ മാസത്തിലെ അൽമനാർ. 982 നവംബർ മാസത്തിലെ അൽമനാർ. PK മൂസമൗലവി ആയിരിക്കുമെന്ന് അതിന്റെ പത്രാധിപർ എന്നാണ് എന്റെ ഓർമ്മ. നോക്കൂ, അതില് ആ അൽമനാറിൽ അതിന്റെ 25-ാമത്തെ പേജിൽ സിഹിർ എന്ന ഹെഡിങ്ങിൽ വളരെ കൃത്യമായി മൂസ വാണിമേൽ ലേഖനം എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ട് അദ്ദേഹം എന്താണ് സിഹിർ എന്ന് വിശദീകരിക്കുകയാണ്. ആധികാരികവും അംഗീകൃതവുമായ ഒരു പൂർണ്ണ നിർവചനം സിഹിറിന് നൽകപ്പെട്ടു കാണുന്നില്ല. യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു കാര്യം വഞ്ചനയുടേതായ ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ച് യഥാർത്ഥമാണെന്ന് കണ്ണിൽ കാണിക്കുകയോ മനസ്സിൽ തോന്നിക്കുകയോ ചെയ്യുന്ന ക്ഷുദ്രവൃത്തി. എന്നിട്ടിങ്ങനെ വിശദീകരിക്കുക. തലമുറകളിലൂടെ കൈമാറ്റം നടത്തപ്പെടുകയും കെട്ടുകഥകളിലൂടെ ഭീകരത സ്ഥാപിക്കപ്പെടുകയും അതുകൊണ്ട് തന്നെ ആളുകൾ ഭയത്തോടെ നോക്കിക്കാണുകയും ചെയ്യുന്ന കേവല മിഥ്യയാണ് വാസ്തവത്തിൽ സിഹിർ. സ്വന്തമായ ഒരു സത്തയോ നിലനിൽപ്പോ പ്രതിഫലനമോ അത് ഉൾക്കൊള്ളുന്നില്ല. കണ്ടോ? സക്കരിയന്റെ ഭാഷയിൽ വിവരക്കേട്. ആരാ എഴുതിയത്? മൂസ വാണിമേൽ. ഇന്നും അവരുടെ ജമിയത്തുൽ ഉലമയുടെ പണ്ഡിത സഭയിലെ നേതാവാണ്. ചങ്ങരംകുളം അവരുടെ സമ്മേളനത്തിന് ഇറക്കിയ സോവനീറിന്റെ ചുമതല ഇദ്ദേഹത്തിനായിരുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച ഏതോ ഒരാൾ അങ്ങനെ വിവരക്കേട് എഴുതിയെന്ന്. മാത്രവുമല്ല, അൽമനാർ ഇവരുടെ കയ്യിൽ കിട്ടിയിട്ട് 6-7 വർഷം കഴിഞ്ഞു. ഇവർ സ്വന്തമാണ് അൽമനാർ നടത്തുന്നത്. എങ്കിൽ ഈ എഴുതിയത് വിവരക്കേടാണെങ്കിൽ എന്തുകൊണ്ട് അൽമനാറിൽ തിരുത്തിയില്ല ഇവർ? 982 നവംബറിലെ അൽമനാറിൽ 25-ാം പേജിൽ മൂസ വാണിമേൽ എഴുതിയത് വിവരക്കേടാണ്, അതുകൊണ്ട് ഇതാ തിരുത്തുന്നു എന്ന് പറഞ്ഞ് എന്റെ അൽമനാറിൽ അതിന്റെ യഥാർത്ഥ രൂപം ഇവർ ഇതുവരെ 7 വർഷത്തോളം കഴിഞ്ഞിട്ടും എഴുതിവിടാത്തത്? അപ്പം സക്കരിയാക്കളാണ് ഇതിന്റെ പിന്നിൽ. മനസ്സിലായില്ലേ? നേരത്തെ പറഞ്ഞ പറപ്പൂരികൾ ഈ വാദത്തിൽ തന്നെ എളുപ്പപ്പെടും. അവരിതിനെതിരെ ഇങ്ങനെ ഒച്ച വെക്കുന്നുണ്ട്. ഇങ്ങനെ അഴിഞ്ഞിട്ടുള്ളൂ. എര വിഴുങ്ങിയ പാമ്പിനെ പോലെ ഇങ്ങനെ അഴിഞ്ഞിട്ട് പോകുന്നില്ല. എന്നാലും ഒരു തടസ്സം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി നോക്ക്, ഇതിന്റെ അവസാനത്തില് ഇദ്ദേഹം ഈ സിഹിറിന്റെ ഘടകങ്ങൾ 1, 2, 3, 4 ഘടകങ്ങൾ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ട് എഴുതുക. ചുരുക്കത്തിൽ യഥാർത്ഥമോ സ്വതന്ത്രമായ പ്രതിഫലനമോ ഇല്ലാത്ത ഒരു മിഥ്യയാണ് സിഹിർ. ചുരുക്കത്തിൽ
യഥാർത്ഥമോ സ്വതന്ത്രമായ പ്രതിഫലനമോ ഇല്ലാത്തൊരു മിഥ്യയാണ് സിഹിർ. ഇസ്ലാം വിരോധിച്ചത് കൊണ്ട് മാത്രം അതിന് യാഥാർത്ഥ്യമുണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം അള്ളാഹുവിൽ പങ്കുചേർക്കുന്നത് ഇസ്ലാം കഠിനമായി വിരോധിച്ചിരിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു പങ്കുകാരും യഥാർത്ഥത്തിൽ അള്ളാഹുവിനില്ല താനും. മനസ്സിലായില്ലേ? സിഹിർ വിരോധിച്ചതുപോലെ തന്നെ ശിർക്കും വിരോധിച്ചിട്ടില്ലേ? സബുൽ മുബിക്കാത്തല്ലേ? ആ വാദത്തെ ഖണ്ഡിച്ചുവിടെ മൂസാ മൗലവി എന്താ പറഞ്ഞത്? സക്കരിയയുടെ വാദത്തെ ഖണ്ഡിച്ചിട്ട് പറയാണ്, ഇസ്ലാം വിരോധിച്ചത് കൊണ്ട് മാത്രം അതിന് യാഥാർത്ഥ്യമായി കൊള്ളണമെന്നില്ല. കാരണം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് ഇസ്ലാം കഠിനമായി വിരോധിച്ചിരിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു പങ്കുകാരും യഥാർത്ഥത്തിൽ അള്ളാഹുവിനില്ല താനും. ഇതാ വസ്തുത. അപ്പൊ ആരാ വിവരക്കേട് എഴുതിയത്? അപ്പൊ ഇവരുടെ കൂട്ടത്തിലുള്ളവരെ കുറിച്ച് തന്നെ ഇവരുടെയൊക്കെ വിവരം അളക്കലാണ് ആർക്ക് പണി? സക്കരിയക്ക് പണി. ഇനി നോക്കൂ നിങ്ങൾ, മുജാഹിദായിരുന്ന കാലഘട്ടത്തിൽ സക്കരിയ സംസാരിച്ച പ്രസംഗം ഒന്ന് കേട്ടോളൂ നിങ്ങൾ. അപ്പൊ മാരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്കുണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലെന്ന് ചർച്ചകൾ എന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂല എന്നല്ല നമ്മളെ വിശ്വാസം. അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. എത്ര ചെഴുത്താന്മാർ ഒന്നിച്ച് സീർ ചെയ്താലും ഇപ്പൊ ഞമ്മക്ക് വെല്ലുവിളിക്കുന്നു. ഞങ്ങളൊക്കെ ഇപ്പൊ ഇതിനെതിരെ പ്രസംഗിച്ചടക്കുന്ന ആളുകളാ. എന്നാ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ എതിരിലൊക്കെ അന്ന് സീർ ചെയ്തൂടെ? ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പാറാലിക്ക് എത്തുന്നതിന് പകരം വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങൂലേ? കാരണം പറയണ അങ്ങനെയാണ്, യാത്ര പുറപ്പെട്ട ആളെ തിരിച്ചുവിടാൻ കഴിയുന്ന പൊട്ടിരിക്കാന്നൊക്കെ അതിന് പറയാം. അതിനുള്ള എന്തെങ്കിലും കൂടോത്രം ചെയ്താൽ പാറാലിക്ക് വന്ന ഞാൻ വേറെ എവിടെ പോയി ഇറങ്ങൂല. അന്ധവിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പോണ്ട ചങ്ങായി, മോൻ അവിടെ എത്താതെ തട്ടി തിരിഞ്ഞ് എവിടെങ്കിലും എത്തണമെന്ന് വിചാരിച്ചാ പോരെ? മാത്രമല്ല ഇസ്രായേലിനെതിരെ ഒരു വലിയ സിഹിറൻ ചെയ്താൽ പോരെ? അറബ് രാഷ്ട്രങ്ങളൊക്കെ പാടെ കൂടി കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇസ്രായേലിനെ കൊണ്ട്. എന്നാ ഒരു ഇസ്രായേലിനെതിരെ സിഹിറൻ ചെയ്താൽ പോരെ? അപ്പൊ സുഹൃത്തുക്കളെ, മറഞ്ഞ മാർഗത്തിലൂടെ ഖൈറും ഷർറും വരുത്താൻ അള്ളാഹുവിന്റെ മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാള് സിഹിർ ഫലിക്കൂല എന്ന് പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. മനസ്സിലായില്ലേ? സക്കരിയ സലാഹി മുജാഹിദായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പ്രസംഗിച്ചതാ. പഴയ പ്രസംഗ ഓടിയാണ്, എന്നാൽ നല്ല ക്ലിയർ ഉണ്ട്. മൗലവി എന്നോ പ്രസംഗിച്ചതാ, ക്ലിയർ ഇല്ല കേട്ടോ, ശരിക്കും കേട്ടോളി. ഇത് നല്ല ക്ലിയർ ഉണ്ട്, കൃത്യമാണ്. സക്കരിയ സലാഹി വളരെ കൃത്യമായി പറഞ്ഞു, സിഹിർ ഫലിക്കൂല എന്ന് ചർച്ച ചെയ്യുന്ന വേണ്ട. കാരണം മറഞ്ഞ മാർഗത്തിലൂടെ അള്ളാഹു മാത്രമേ ഉപകാരമോ ഉപദ്രവമോ നമുക്ക് വരുത്തുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിധത്തിൽ സിഹിർ ഫലിക്കൂല എന്ന് ചർച്ച ചെയ്യുന്ന വേണ്ടാന്ന്. അപ്പൊ ഏതാ ശരി? സക്കരിയ പറഞ്ഞു ആരോ വിവരക്കേട് എഴുതിയതാണ്. അപ്പൊ അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം. പക്ഷെ സക്കരിയ അതിൽ നിന്ന് പുറത്തുപോയി. ഇനി നോക്ക്, ഇവർ തന്നെ നദ്വത്തുൽ മുജാഹിദീൻ ബി കേരള കാലിക്കൂത്ത് അൽ ഹിന്ദ് AP അബ്ദുൽ ഖാദർ മൗലവി ഇവരുടെ കീഴ്ഘടകങ്ങൾക്ക് അയച്ച ഒരു കത്താണിത്. ഇതിൽ കേട്ടോളൂ നിങ്ങൾ. ജിന്ന് സിഹിർ വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് വിശുദ്ധ ഖുർആനിനും നബിചര്യക്കും അനുസരിച്ച് ഇതുവരെ പുലർത്തിപ്പോന്ന ആദർശത്തിന് വിപരീതമായി പുതിയ യാതൊരു അഭിപ്രായവുമില്ലെന്ന് കേരള ജംഇയ്യത്തുൽ ഉലമയും കേരള നദ്വത്തുൽ മുജാഹിദീനും ഇതിനകം പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ പുലർത്തിപ്പോന്ന അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായിട്ട് യാതൊരു അഭിപ്രായം ഇല്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചതെന്ന്. ഏതാണ് അഭിപ്രായം? 952 അൽമനാറിൽ മൂസാ വാണിമേൽ എഴുതിയിട്ടുള്ള ലേഖനം വളരെ കൃത്യമാണ്. പക്ഷെ സക്കരിയ എന്താ പറഞ്ഞത്? അതാരോ വിവരക്കേട് എഴുതിയതാണ്, സിഹിർ ഫലിക്കും. അപ്പൊ ഏത് ഗ്രൂപ്പിലാ? നമ്മൾ വെറുതെ അല്ല പറഞ്ഞ സക്കരിയാക്കൾ ഇവരാരും യഥാർത്ഥത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദീനെ പ്രതിനിധീകരിക്കുന്നവരല്ല. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിരുന്ന ആദർശത്തെ മുഴുവൻ ഇവർ തകർത്തിട്ടുണ്ട്. ഇതാ വസ്തുത. അപ്പൊ ഇത് പറപ്പൂരികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് AP എഴുതിയിട്ടുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും എഴുതി പോലെ പിന്നെ ഒന്ന് സമാധാനം